ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പേരിയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷന് വേണ്ടി ക്ലിക്ക് ചെയ്യുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ അത്തിപ്പഴം വെച്ചിട്ടാട്ടോ ഈ ഒരു ഉപ്പേരി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്തിമരം എല്ലാവർക്കും അറിയാമായിരിക്കും, നല്ലൊരു തണൽമരമാണ്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളുടെ മുന്നിലും ഇത് കാണാറുണ്ട്. തണൽ മരത്തിന് വേണ്ടിയിട്ട് നട്ടു വളർത്തിയിട്ടുണ്ടാകും. വലിയ വലിയ അത്തിപ്പഴങ്ങളാണ് ഇതിന്മേൽ ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ അത്ര വലുതൊന്നും വേണ്ട, ഒരു മീഡിയം സൈസ് ഉള്ളത് മതി. ഇത് വെച്ചിട്ട് ഉപ്പേരി ചെയ്യുന്നത് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. ഇന്ന് നമ്മളപ്പോൾ ഇത് വെച്ചിട്ടൊരു ഉപ്പേരിയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള അത്തിപ്പഴങ്ങൾ അപ്പോൾ ഞാൻ ഇതിന്മേൽ പറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള അത്തിപ്പഴങ്ങളൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇതിങ്ങനെ തൊലി കളഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അത്തിപ്പഴത്തിൻ്റെ തൊലികളെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലൊരു ചെറിയ സ്പോഞ്ച് പോലൊരു സംഭവമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടി ഒഴിവാക്കണം. അപ്പോൾ എല്ലാ അത്തിപ്പഴത്തിൻ്റെയും ഈ ഒരു ഉൾവശം ഞാൻ ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് ഉപ്പേരിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു അത്തിപ്പഴങ്ങൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ അത്തിപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി ട്ടോ. ഇപ്പോൾ ഒരു 4 വിസിൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു അത്തിപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അത്തിപ്പഴം ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അത്തിപ്പഴം വെച്ചിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് സുപരിചിതമാവണമെന്നില്ല, ഈ അത്തിപ്പഴം വെച്ചിട്ട് ഉപ്പേരി. അപ്പോൾ അത്തിപ്പഴം കിട്ടുമെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റോ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.